ഈക്വലൈസേഷൻ ബേസിൻ. ഈക്വലൈസേഷൻ ബേസിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടർ ഫ്ലോ എടുക്കുകയാണെങ്കിൽ അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. ഇപ്പോൾ ഇൻ ആക്ച്വൽ പ്രാക്ടീസ് ദ ഫ്ലോ ഓഫ് ഡൊമസ്റ്റിക് വേസ്റ്റ് വാട്ടർ ഈസ് നെവർ കോൺസ്റ്റൻറ്റ് ബട്ട് എക്സിബിറ്റ്സ് ഡയണൽ ആൻഡ് സീസണൽ വേരിയേഷൻസ് ബോത്ത് ഇൻ വോളിയം ആൻഡ് സ്ട്രെങ്ത്. വോളിയവും സ്ട്രെങ്തും വ്യത്യാസമായിരിക്കും. ഇപ്പം നമ്മളൊരു റെയിനി സീസണിൽ ഒരു വേസ്റ്റ് വാട്ടർ സാമ്പിൾ കളക്ട് ചെയ്തു, അതിൻ്റെ വാല്യൂസ് ടെസ്റ്റ് ചെയ്തു, BOD COD ടോട്ടൽ സോളിഡ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ അല്ലാത്തൊരു സമ്മർ സീസണിൽ ഒരു സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഓരോ ദിവസവും ഇപ്പം കണ്ടിന്യൂസ് 2 ഡേയ്സിൽ നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്താൽ ഈ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും അതിനകത്തുള്ള സ്ട്രെങ്ത് എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. അപ്പം നമുക്കൊരു യൂണിഫോം ഫ്ലോ ആയിരിക്കില്ല കിട്ടുക. ആ യൂണിഫോം ഫ്ലോ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈക്വലൈസേഷൻ ടാങ്ക് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഇത് ഈ സാധാരണ സ്ക്രീനും ഗ്രിഡ് ചേമ്പറും കഴിഞ്ഞതിന് ശേഷം ഇത് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ അതിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞത് ഇൻക്രീസ് ചെയ്യാം. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. പിന്നെ ഒരു യൂണിഫോം ഫ്ലോ ഉള്ളത് കൊണ്ടാണ്, അങ്ങനെ ആക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ കോസ്റ്റ് എന്ന് പറഞ്ഞത് കുറച്ച് കൊണ്ടുവരാനും പറ്റും. ദാറ്റ് ഈസ് ഈക്വലൈസേഷൻ ബേസിൻ. അപ്പോൾ ഈക്വലൈസേഷൻ ബേസിൻ എന്ന് പറഞ്ഞാൽ that is in actual practice the flow of domestic wastewater is never constant but exhibits diurnal and seasonal variations both in volume and strength. Therefore when it is required to equalize the strength of wastewater and to provide a uniform flow, an equalization tank is employed in the wastewater treatment system. And these basins are usually placed after the screen and the grid chamber. Then the capacity of the equalization basin is computed on the basis of its location. എന്ന് പറഞ്ഞാൽ whether the tank is provided in the line of flow or off the line of flow. രണ്ട് രീതിയിൽ ഇതിൽ ഈക്വലൈസേഷൻ ബേസിൻ പ്രൊവൈഡ് ചെയ്യാം. ഇൻ ദ ലൈൻ ഓഫ് ഫ്ലോ ആൻഡ് ഓഫ് ദ ലൈൻ ഓഫ് ഫ്ലോ. ആൻഡ് ദിസ് പ്രൊവിഷൻ ഓഫ് ആൻ ഈക്വലൈസേഷൻ ബേസിൻ ബ്രിങ്സ് ഡൗൺ ദ കോസ്റ്റ് ഓഫ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം ആൻഡ് ഇൻക്രീസ് ദ പെർഫോമൻസ്. ദാറ്റ് ഇസ് ദ അഡ്വാൻറ്റേജ്. ദ പെർഫോമൻസ് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്സ് ഡ്യൂ ടു ആപ്ലിക്കേഷൻ ഓഫ് യൂണിഫോം ഫ്ലോ. അപ്പോൾ what is the advantage of providing an equalization basin എന്ന് ചോദിച്ചാൽ എന്താണ് provision of an equalization basin brings down, it reduce the cost of the wastewater treatment system and increase the performance of the treatment units. Then ഇനി നമ്മൾ പറഞ്ഞു രണ്ട് രീതിയിൽ ഈ ടാങ്ക് പ്രൊവൈഡ് ചെയ്യാം. ലൊക്കേഷൻ വെച്ചിട്ട് ബേസിസ് ഓൺ ലൊക്കേഷൻ വെദർ ദ ടാങ്ക് ഈസ് പ്രൊവൈഡഡ് in the line or off the line. But case 1, equalization basin provided in the line of flow. In this case, the capacity of the basin required will be large and the operation cost will increase due to continuous pumping of wastewater from the equalization basin. Therefore, the flow of wastewater and its strength will be more uniform compared to the case 2. അപ്പോൾ ഇൻ ദ ലൈൻ ഓഫ് ഫ്ലോ ആണെങ്കിൽ ഈക്വലൈസേഷൻ ബേസിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞത് കൂടുതലായിരിക്കും. അതുപോലെ ഇതിനകത്ത് കണ്ടിന്യൂസ് പമ്പിംഗ് ആണ്. ഈക്വലൈസേഷൻ ബേസിനിൽ നിന്ന് കണ്ടിന്യൂസ് പമ്പിംഗ് ആണ് ഇൻ ദ ലൈൻ ഓഫ് ഫ്ലോ ആണെങ്കിൽ. അപ്പോൾ രണ്ടാമത്തെ കേസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ വേസ്റ്റ് വാട്ടറും ഇത് ഫ്ലോ ഓഫ് വേസ്റ്റ് വാട്ടറും അതിൻ്റെ സ്ട്രെങ്തും എന്ന് പറഞ്ഞത് മോർ യൂണിഫോം ആയിരിക്കും. പക്ഷേ ഈ കപ്പാസിറ്റിയും കൂടുതൽ, അതുപോലെ കോസ്റ്റും കൂടുതൽ. കോസ്റ്റ് കൂടുതലെന്ന് കണ്ടിന്യൂസ് പമ്പിങ് ആയതുകൊണ്ടാണ് എനർജി കൂടുതലായിട്ട് വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞത് കൂടും. ദെൻ കേസ് 2, ഈക്വലൈസേഷൻ ബേസിൻ പ്രൊവൈഡഡ് ഓഫ് ദ ലൈൻ ഓഫ് ഫ്ലോ.
In this case, the capacity of the basin required will be less because the excessive flow will be stored in the tank. എക്സസ് ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ മോർ ദാൻ ദ ആവറേജ് ഫ്ലോ മാത്രമേ ഇതിനകത്ത് സ്റ്റോർ ചെയ്യുള്ളൂ. ആൾസോ ദ എനർജി യൂസ്ഡ് വിൽ ബി ലെസ് ബിക്കോസ് ഫസ്റ്റ് കേസിലാണെങ്കിൽ കണ്ടിന്യൂസ് പമ്പിങ് ഫ്രം ദ ഈക്വലൈസേഷൻ ബേസിൻ. ഈ കേസിൽ രണ്ടാമത്തെ കേസ് വരുമ്പോഴത്തേക്ക് ഇൻ്റർമിറ്റൻറ്റ് പമ്പിങ്. Therefore, energy used will be less. അപ്പോൾ അതാണ് ഈക്വലൈസേഷൻ ബേസിൻ പ്രൊവൈഡഡ് ഓഫ് ദ ലൈൻ ഓഫ് ഫ്ലോ. അപ്പോൾ ഓഫ് ദ ലൈൻ ആണെങ്കിൽ ദ കപ്പാസിറ്റി വിൽ ബി the capacity will be less and the energy used will be less due to intermittent pumping requirement. That is, this is the flow chart. That is in line location of equalization basin and offline location of equalization basin. First the wastewater enters into the screen, then after the screen it enters a grid chamber, then to equalization basin, then pumps are placed and then the wastewater is pumped into the primary sedimentation tank, PST, primary sedimentation tank. Then from the primary sedimentation tank it enters into secondary treatment unit. Secondary treatment unit എന്ന് പറഞ്ഞാൽ ASP, activated sludge process or trickling filter. And in case of off the line of flow, the wastewater enter into screen, then from the screen to grid chamber, then the equalization basin ഈ ലൈനിലല്ല പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ആവറേജ് ഫ്ലോയേക്കാളും കൂടുതലായിട്ടുള്ള വരുന്ന എക്സസ് ഫ്ലോ മാത്രമേ ഇതിനകത്ത് സ്റ്റോർ ചെയ്യുള്ളൂ ഈക്വലൈസേഷൻ ബേസിൻ. എഗെയിൻ ബാക്കി ഈക്വലൈസേഷൻ ബേസിൻ ദെൻ then the wastewater is pumped into this primary sedimentation tank and then to secondary treatment unit. ആ വ്യത്യാസം ഈക്വലൈസേഷൻ ബേസിൻ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്യണം അത് മാത്രമേ ഉള്ളൂ ഇൻലൈനും ഓഫ്ലൈനും. നെക്സ്റ്റ് ഡിറ്റർമിനേഷൻ ഓഫ് the capacity of equalization tank. Capacity of equalization tank is determined by preparing the mass inflow diagram. മാസ് ഇൻഫ്ലോ വാട്ടർ സപ്ലൈയിലൊക്കെ നമ്മൾ പറഞ്ഞ മാതിരി അന്ന് അതിൽ സ്റ്റോറേജ് കപ്പാസിറ്റിയൊക്കെ കണ്ടുപിടിക്കാൻ മാസ് ഇൻഫ്ലോ ഡയഗ്രാം യൂസ് ചെയ്തു. അതേപോലെ മാസ് ഇൻഫ്ലോ ഡയഗ്രാം ആണ് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ദ കപ്പാസിറ്റി ഓഫ് ആൻ ഈക്വലൈസേഷൻ ടാങ്ക് ഈസ് ഡിറ്റർമിൻ ബൈ പ്രിപ്പയറിംഗ് ദ മാസ് ഇൻഫ്ലോ ഡയഗ്രാം. Mass inflow diagram means which is a plot of cumulative inflow volume of wastewater versus time of the day. അപ്പോൾ കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ മാസ് ഇൻഫ്ലോ ഡയഗ്രാം പ്രിപ്പയർ ചെയ്യാം. ദെൻ വാട്ട് ഈസ് ദ പ്രൊസീജിയർ ഫോർ പ്രിപ്പയറിംഗ് ദിസ് മാസ് ഇൻഫ്ലോ ഡയഗ്രാം? ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു കമ്പ്യൂട്ട് ദ ക്യുമുലേറ്റീവ് wastewater flow from the given flow data. അപ്പോൾ തന്നിരിക്കുന്ന ഫ്ലോ ഡേറ്റ വെച്ചിട്ട് ക്യുമുലേറ്റീവ് കണ്ടുപിടിക്കുക. സപ്പോസ് x1, x2, x3 etc. ആർ ദ ഫ്ലോ റേറ്റ്. Then find out the cumulative flow. First case h1, second case h1 plus x2 plus etc. Then next a graph is plotted with the time along the x-axis and flow, cumulative flow along the y-axis. Then draw a line from the origin to the last point of the mass diagram. ആ ഒറിജിനും മാസ് ഡയഗ്രത്തിൻ്റെ ലാസ്റ്റ് പോയിൻറ്റും ജോയിൻ ചെയ്യുക. Then the line will be, the graph will be a straight line. Then slope of the line drawn will provide the average flow rate of the day. ആ ജോയിൻ ഒറിജിനും ക്യുമുലേറ്റീവ് ഫ്ലോയുടെ ലാസ്റ്റ് ക്യുമുലേറ്റീവ് ഫ്ലോയും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. സ്ലോപ്പ് ഓഫ് ദ ലൈൻ ഡ്രോൺ വിൽ പ്രൊവൈഡ് ദി ആവറേജ് ഫ്ലോ റേറ്റ് ഓഫ് ദ ഡേ. ദെൻ ഡ്രോ എ ടാൻജൻറ്റ് പാരലൽ ടു ദിസ് ആവറേജ് ഫ്ലോ ലൈൻ അറ്റ് ദി ലോവസ്റ്റ് ആൻഡ് ഹയസ്റ്റ് പോയിൻറ്റ് ഓഫ് ദി മാസ് കർവ്. അപ്പോൾ മാസ് കർവിൽ ഹയസ്റ്റ് പോയിൻറ്റ് ലോവസ്റ്റ് പോയിൻറ്റ് ആ രണ്ട് പോയിൻറ്റിലും ഈ ആവറേജ് ഫ്ലോ ലൈനിന് പാരലായിട്ട് ടാൻജൻറ്റ് വരയ്ക്കുക. ദെൻ ഫൈൻഡ് ഔട്ട് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്
from the point of tangency to the average flow line. ഹയസ്റ്റ് പോയിന്റിൽ നിന്നും അങ്ങനെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എടുക്കുക, ലോവസ്റ്റ് പോയിന്റിൽ നിന്നും വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എടുക്കുക. ദാറ്റ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ ആൻഡ് ബി ആൻഡ് ദി സം ഓഫ് ദീസ് ടു ടോട്ടൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഫ്രം ദ point of tangency to the average flow line will give the total volume of the equalization tank. Next problem, ഇപ്പോൾ നമ്മൾ തിയറി പറഞ്ഞ മാതിരി അപ്പോൾ ഇതിലെ കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ ക്യുമുലേറ്റീവ് flow of wastewater. Then second case, a graph is plotted between time along the x-axis and cumulative flow along the y-axis. Then join the origin and the last point of the mass diagram. Then it will be a straight, the graph will be a straight line. Then draw a tangent parallel to this average flow line at the lowest and the highest point of the mass curve. Then the vertical distance between the tangency and the average flow line at the highest and the lowest point will give the total volume of the equalization basin. Sum of that vertical distance, that is, let A and B be the two vertical distances at the lowest and the highest point of the mass diagram. Then A plus B will give the storage or the capacity of an equalization basin. ഇപ്പോൾ തിയറി പറഞ്ഞ മാതിരി തന്നെയാണ് ഇവിടെ പ്രോബ്ലം. ക്യുമുലേറ്റീവ് ഫ്ലോ ഓഫ് വേസ്റ്റ് വാട്ടർ ഇവിടെ തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ട ഡിറ്റർമിൻ ദി കപ്പാസിറ്റി ഓഫ് ആൻ ഈക്വലൈസേഷൻ ബേസിൻ. ആ കപ്പാസിറ്റി കണ്ടുപിടിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ക്യുമുലേറ്റീവ് ഫ്ലോ തന്നെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇല്ല വെറുതെ വേസ്റ്റ് വാട്ടർ ഫ്ലോ തരുകയാണെങ്കിൽ നമ്മൾ ആ ക്യുമുലേറ്റീവ് ഫ്ലോ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. ടൈം അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് ക്യുമുലേറ്റീവ് വോളിയം ഓഫ് ഫ്ലോ അലോങ് ദ y axis. Join the origin and the last point of this average flow line, last point of the cumulative flow, and join this, it will give a straight line, and this line will give the average flow line. Then then draw a tangent parallel to this average flow line at the lowest and the highest point of the mass diagram, and find out the vertical distance between the tangency and the average flow line. These two vertical, sum of these two vertical distances will give the total volume of the equalization basin. ആ തിയറി പറഞ്ഞ മാതിരി തന്നെ ഇതിൽ ചെയ്യാം. ഇനി സെക്കൻഡ് കേസ് വരുമ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ദ ഡേറ്റ ഓഫ് വേസ്റ്റ് വാട്ടർ ജനറേറ്റഡ് ബൈ എ കമ്മ്യൂണിറ്റി ഓൺ ആൻ അവർലി ബേസിസ് ഈസ് റെക്കോർഡഡ് ആസ് ഷോൺ ഇൻ ദ ടേബിൾ. ഡിറ്റർമിൻ ദ വോളിയം ഓഫ് അൻ ഈക്വലൈസേഷൻ ബേസിൻ ഫോർ എ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. അപ്പോൾ ഇവിടെ വ്യത്യാസം ടൈമും തന്നിട്ടുണ്ട്, പിന്നെ ഫ്ലോ ഇൻ മീറ്റർ ക്യൂബ് പെർ മിനിറ്റ്. ഇവിടെ വെറുതെ ഫ്ലോ മാത്രമേ തന്നിട്ടുള്ളൂ, 7.2, 7.5, 6.7 എക്സെട്ര. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്യുമുലേറ്റീവ് ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ടൈം നെക്സ്റ്റ് ഒരു കോളം കൂടെ വരയ്ക്കുക, ടൈം, ഫ്ലോ, നെക്സ്റ്റ് ക്യുമുലേറ്റീവ് ഫ്ലോ. അപ്പോൾ ആദ്യത്തെ കേസിൽ 2, സെക്കൻഡ് കേസ് വരുമ്പോൾ 2 + 7.2, ഇപ്പോൾ 9.2, then 9.2 + 7.5, അങ്ങനെ ക്യുമുലേറ്റീവ് ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ എ ഗ്രാഫ് ഈസ് പ്ലോട്ടഡ് ബിറ്റ്വീൻ ടൈം ആൻഡ് ദ ക്യുമുലേറ്റീവ് ഫ്ലോ. പിന്നെ ബാക്കി സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, സൈസ് ആൻഡ് ഈക്വലൈസേഷൻ ടാങ്ക് ഫോർ എ വേസ്റ്റ് വാട്ടർ ഫ്ലോ ഓഫ് 18 mld if the capacity of the tank is 6500 m3 as provided in the above example. ആ സെക്കൻഡ് എക്സാമ്പിളിൽ അതിൻ്റെ കപ്പാസിറ്റി തന്നിട്ടുണ്ട് 6500 m3. സൈസ് ആൻഡ് ഈക്വലൈസേഷൻ ടാങ്ക്, ആ ഈക്വലൈസേഷൻ ടാങ്കിൻ്റെ സൈസ് നമ്മൾ കണ്ടുപിടിക്കാം. എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻസ് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കാൻ വോളിയം ഓഫ് ദ ടാങ്ക് ഈക്വൽ ടു 6500 m3. Then assuming the depth of liquid in the tank, liquid depth equal to that is SWD equal to 4.5 meter. അത് കഴിഞ്ഞിട്ട് ഒരു 0.5 meter ഫ്രീ ബോർഡ് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ ഡെപ്ത് എന്ന് പറഞ്ഞത് 5 meter, 4.5 + 0.5. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് ടാങ്ക് വോളിയം അറിയാം. ഇപ്പോൾ നമ്മൾ ഡെപ്ത് കണ്ടുപിടിച്ചു. അതിൽ നിന്ന്
total surface area of the tank equal to capacity or volume of the tank divided by total depth. That is 6500 divided by 5 equal to 1300 meter square. ഇനി ഇതിലിപ്പോൾ നമ്മൾ ഇത് ഏരിയ കൂടുതലാണ്, അതുകൊണ്ട് പ്രൊവൈഡിങ് 2 units, that is the area is large, then providing 2 units of equalization tanks, the surface area of each tank equal to 1300 divided by 2, that is 650 meter square. And first one, this equalization tank ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞത് നമുക്ക് റെക്ടാങ്കുലർ ടാങ്ക് ആസ് വെൽ ആസ് സർക്കുലർ ടാങ്ക്സ് ആർ പ്രൊവൈഡഡ്. അപ്പോൾ ഈ രണ്ട് രീതിയിലും നമുക്ക് ഡിസൈൻ ചെയ്യാം. റെക്ടാങ്കുലർ ടാങ്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ സൈസ്, സർക്കുലർ ടാങ്ക് ആണെങ്കിൽ എങ്ങനെ. അപ്പോൾ case 1, if rectangular tanks are provided, then assume the length to width ratio as 2:1. L is to B equal to 2:1, that is length to width ratio എന്ന് പറഞ്ഞത് 2:1. Length എന്ന് പറഞ്ഞത് 2 times the width. Then find out the length and width. Length equal to 36 meter, width equal to 18 meter. But therefore provide 2 rectangular tanks with length equal to 36 meter, width equal to 18 meter and total depth equal to 5 meter. ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ്. ഇനി രണ്ടാമത്തെ കേസ് വരുമ്പോൾ when circular tanks are provided, the surface area of each tank is 650 meter square. Let small d be the diameter of this of an equalization basin. Then pi by 4 d square equal to 650. Then find out d equal to 28.77, approximately equal to 29 meter. Hence provide 2 circular tanks, each of diameter 29 meter and total depth 5 meter.